ഇതിപ്പോൾ എന്തിനാ ചായയുടെ റെസിപ്പി കാണിക്കുന്നതെന്ന് പറഞ്ഞ് ആരും എന്നെ കളിയാക്കല്ലേ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ വരുന്ന എല്ലാവരും എൻ്റെ ചായ ഭയങ്കര സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു കൊച്ചഹങ്കാരം, ഞാൻ ചായ നന്നായിട്ടിടുമെന്ന്. അതുകൊണ്ട് അതെങ്ങനെയാണെന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഞാനൊരു 4 പേർക്ക് ചായ ഇടാനായിട്ട് ഒരു 2 ഗ്ലാസ് പാലും 2 ഗ്ലാസ് വെള്ളവും എടുക്കും. ഇതുപോലൊരു ചെറിയ തുണ്ട് ഇഞ്ചി എടുത്ത് കുത്തി ചതച്ച് അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കും. അതിനുശേഷം ഞാൻ മുമ്പ് ഒരു ഏലക്കാപ്പൊടി പൊടിച്ചതിൻ്റെ ഒരു റെസിപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ചാനലിലോട്ട് കയറി നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ആ ഏലക്കാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കും. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുക്കും. തേയിലപ്പൊടി വ്യത്യാസം വരുന്നത് പല തേയിലയ്ക്കും പല കടുപ്പമാണ്. അതുകൊണ്ട് അത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല എത്ര ഇടണം എന്നുള്ളത്. പിന്നെ അരിച്ചെടുത്തതിന് ശേഷം വിത്തൗട്ട് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പഞ്ചസാര, നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര. ചായ നന്നായിട്ട് അടിക്കുന്നതിലാണ് ഈ ചായയുടെ ഒരു പെർഫെക്ഷൻ വരുന്നത്. നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ ഈ ചായക്കൊരു പ്രത്യേക മണവും ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നിങ്ങൾ കുടിച്ചു നോക്കൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തിനാണ് നിങ്ങളോടിത് പറഞ്ഞതെന്ന്. അപ്പം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം പറയണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.